പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ ക്ഷീണിതരോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി. നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. താങ്ക് യു. താങ്ക് യു മോനെ സിജു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മള് പാട്ട് മത്സരമൊന്നും അല്ലാത്തത് കൊണ്ട് ആ നിലകളിൽ ആരും ചിന്തിക്കരുത്. സിജുവിന് തന്നെ പാട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുമെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ലെന്നാണ് പറഞ്ഞത്. സ്തോത്രം. വളരെ നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മീക കൂട്ടായ്മ എന്ന നിലയിൽ വളരെ നന്നായി തന്നെയാണ് മോനെ പാടിയത്. സ്തോത്രം. യേശുക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിന്റെ ഭാഗമായി, ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിന്റെ ഭാഗമായ, ക്രിസ്തുവിലുള്ള ആശ്രയത്തിന്റെ പ്രതീകമായി, അതിൻ്റെ തെളിവായി, സ്തോത്രം, ഭക്തന്മാർ എഴുതിയ മനോഹരമായ ഗാനം ഞാൻ പലപ്പോഴും വളരെ ആസ്വദിക്കാറുള്ള, വലിയ ദൈവസാന്നിധ്യം പലപ്പോഴും പാടുമ്പോൾ അനുഭവിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് എൻ യേശുവല്ലാതില്ല. എനിക്കൊരു ആശ്രയം ഈ ഭൂവിൽ, എനിക്ക് ആ യേശു മാത്രം മതി. എൻ്റെ രോഗസൗഖ്യത്തിനായിട്ടായാലും എൻ്റെ ഏകാന്തതകളിലായാലും ഒക്കെ ആ കർത്താവിനെ മാത്രം മതി എന്നുള്ള വലിയ തിരിച്ചറിവോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവം അധികം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാരെയും കർത്താവിൻ്റെ മക്കളെയും സ്തോത്രം ഇന്ന് രാത്രിയിൽ വന്ദനം അറിയിക്കുന്നു. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നും ഞങ്ങള് ഈ വ്യാഴാഴ്ച വരെയും
ഇവിടെ ബദലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ സ്കൂളിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ശിവബ്രതന്റെ വീട്ടിലായിരുന്നു. കുറച്ച് ദൂരം ഉള്ളത് കൊണ്ടും മറ്റും ഈ ആഴ്ച ഇവിടെ തന്നെ, ഇവിടെയുള്ള കർത്താവിന്റെ ദാസൻ പ്രധാനമായും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൈഫൈയുടെ ക്രമീകരണമൊക്കെ ചെയ്തു. വളരെ ബുദ്ധിമുട്ടിലാണ്, ഒത്തിരി പൈസ ചെലവഴിച്ചാണ് ഇവിടെ വൈഫൈ എടുത്തിരിക്കുന്നതെങ്കിലും ഇങ്ങനൊരു ക്രമീകരണം ദൈവം ഒരുക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈദ്യുതി പോയെങ്കിലേ ഉള്ളൂ ഇനി പ്രയാസം, ഇല്ലെങ്കിൽ ഇതുവരെ കുഴപ്പമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ ആയിരിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം കൊണ്ടുപോവുകയാണ്. നാം കഴിഞ്ഞ ഏറിയ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ 8ാമത്തെ ഭാഗ്യ പ്രഖ്യാപനം. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുള്ള ഭാഗ്യാവസ്ഥകളെ കുറിച്ച് ക്രിസ്തു പ്രഖ്യാപിച്ച് 8ാമത്തെ വിഷയം താൻ പറഞ്ഞതാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതെ, നാം അതിന് കണ്ടു. നീതി നിമിത്തവും ക്രിസ്തുവിന്റെ നിമിത്തവുമുള്ള ഉപദ്രവങ്ങൾ. ഉപദ്രവങ്ങളിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ക്രിസ്തു അവിടെ എടുത്തു പറഞ്ഞത്: നിന്ദിക്കപ്പെടുക അഥവാ പഴിക്കപ്പെടുക, റിവൈൽ, ഇൻസൾട്ടിങ്. 2 പെർസിക്യൂഷൻസ്. 3ാമത്തേത് നാം അവിടെ കണ്ടത് എല്ലാ ദോഷവും കളവായിട്ട് പറയുക. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലരൊക്കെ ഭാവനയിൽ കണ്ട് പറഞ്ഞു പരത്തും. അതും ഉപദ്രവത്തിന്റെ ഭാഗമാണ്. സ്തോത്രം. ഉപദ്രവത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ നമുക്കെതിരെ, സ്വന്തം മാതാപിതാക്കൾ, വേറെ ആരുമല്ല, സ്വന്തം മാതാപിതാക്കൾ നമുക്കെതിരെ വ്യാജം പറഞ്ഞു വരുത്തും. സ്തോത്രം. ഇന്നും അങ്ങനെ സ്വന്തം മാതാപിതാക്കളാൽ വളരെ വേദന അനുഭവിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു. ഇന്നും ആ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള, മോറലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നവരെ കൂടെ ആ മാതാപിതാക്കൾ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരിൽ നിന്ന് പോലും ഈ ആളിനെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. വളരെ ആള് ഫോണിലൂടെ കരയുകയും വിഷമം പറയുകയും ഒക്കെ ചെയ്തു. സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം പെറ്റതള്ള, സ്വന്തം ജനകൻ ദോഷങ്ങൾ കളവായി പറയുന്നു. സ്തോത്രം. ദോഷങ്ങൾ കളവായി പറയുന്നു. ചിലപ്പോൾ വിശ്വാസികളായ മാതാപിതാക്കളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉള്ള ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അതും ക്രിസ്തു നിമിത്തവും നീതി നിമിത്തവുമുള്ള ഉപദ്രവങ്ങളുടെ ഭാഗമാണ്. ക്രിസ്തു നിമിത്തവും നീതി നിമിത്തവുമുള്ള ഉപദ്രവങ്ങളുടെ ഭാഗമായിട്ടാണതും. അതുകൊണ്ട് അതിലൊന്നിലും നാം ആരും പതറിപ്പോകരുത്. അതിലൊന്നിലും നാം ആരും, സ്തോത്രം, ആകുലപ്പെട്ടു പോകരുത് എന്ന്, സ്തോത്രം, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ദൈവത്തിന്റെ മക്കളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക പീഡനങ്ങളെ മാത്രം ഉപദ്രവങ്ങളായിട്ട് ആരും കാണരുത്. മാനസികമായ ഞെരുക്കങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, സ്തോത്രം, ഒക്കെ ക്രിസ്തു നിമിത്തം
അല്ലെങ്കിൽ നാം പഠിച്ചിട്ടുള്ള ആത്മീയ പാഠങ്ങൾ നിമിത്തം കടന്നു പോകുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതിലൊന്നിലും പതറാതെ നിൽപ്പാൻ ദൈവം നമുക്കൊക്കെയും കൃപ നൽകുമാറാകട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞ നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ ആരംഭിച്ച ക്രൈസ്തവ പീഡകൾ, യഹൂദന്മാരിൽ നിന്നുണ്ടായത് ഒത്തിരി വലുതല്ലാതെ അവര് യഹൂദന്മാർ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിപ്പോയി അതിജീവിച്ചു. പക്ഷേ റോമൻ ഗവൺമെന്റിൽ നിന്ന് സർക്കാർ തലത്തിൽ അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ എവിടേക്ക് ഓടിപ്പോകാനാ? ഓടിപ്പോകുന്നിടത്തുമെല്ലാം സർക്കാർ ഇത് തന്നെ ആയിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭരണകൂടം ഇത് തന്നെ ആയിരുന്നത് കൊണ്ട് അവർക്ക് അധികമായിട്ട് പീഡകൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. ധാരാളം വല്ലാത്ത നിലകളിൽ പീഡിപ്പിക്കപ്പെട്ടു. അനേക ദിവസങ്ങൾ, നമുക്കറിയാമല്ലോ, കൊലോസിയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ പോലെയുള്ള ഭയങ്കര സ്റ്റേഡിയങ്ങളാണ് കൊളോസിയംസ്. അവിടെയൊക്കെ ജനങ്ങൾ മുഴുവനും ഗാലറികളിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ അനേക ദിവസങ്ങൾ പട്ടിണിക്കിട്ടിരുന്ന സിംഹം പോലെയുള്ള മൃഗങ്ങളെ നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികളെ ആ കൊളോസിയത്തിലേക്ക് ഇറക്കി അവിടെ നിർത്തിയിട്ട് ഈ സിംഹം പോലെയുള്ള വന്യമൃഗങ്ങളെ അനേക ദിവസങ്ങൾ പട്ടിണിക്കിട്ടിട്ട് അഴിച്ചുവിടും. അവകൾ ഇവരെ വേട്ടയാടുന്നത് കണ്ട് കൊളോസിയത്തിന്റെ ഈ തട്ടുകളിലിരിക്കുന്നവർ, ബാൽക്കണികളിലിരിക്കുന്നവർ, രാജാവ് ഉൾപ്പെടെയുള്ളവർ ആർത്ത് അട്ടഹസിച്ച് സന്തോഷിക്കും. ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾ, വൈൽഡ് ബീസ് പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. ഇവർക്ക് സന്തോഷം. വേറെ ചിലരെ, ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തു നിമിത്തം അവർ പീഡിപ്പിച്ചത് വന്യമൃഗങ്ങളുടെ തോല് ധരിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ തോല് ധരിപ്പിച്ചു. എന്നിട്ട് ഈ ഹണ്ടിങ് ഡോഗ്സ്, വേട്ടപ്പട്ടികളെ അഴിച്ചുവിട്ടിട്ട് ഈ വന്യമൃഗങ്ങളുടെ തോലിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളെ ഈ വേട്ടപ്പട്ടികൾ വേട്ടയാടി പിച്ചി ചീന്തി. അങ്ങനെ മരിച്ചവരുണ്ട്. വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, വൃക്ഷക്കൊമ്പുകൾ വലിച്ചടിപ്പിച്ചിട്ട് ക്രിസ്ത്യാനികളെ തല കീഴായി ഈ മരക്കാലുകളിൽ കെട്ടി, എന്നിട്ട് ആഞ്ഞ് ഈ മരക്കാലുകൾ വിടുമ്പോൾ ഈ വൃക്ഷത്തിന്റെ ബ്രാഞ്ചസ് പഴയ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ കാലുകൾ കീറി 2 പീസായിട്ട് ക്രിസ്ത്യാനികൾ ഈ മരച്ചില്ലകളിൽ തൂങ്ങിയാടും. രക്തം അവിടെയൊക്കെ ചിതറിത്തെറിക്കും. ഗർഭിണികളെ പോലും, പ്രഗ്നന്റ് വിമൻ, ഗർഭിണികളെ പോലും അങ്ങനെ അവരെ പിളർന്നു കൊന്നിട്ടുണ്ട്. കഴുത്തുവരെ കുഴി കുഴിച്ചിട്ട് അതിലിറക്കി നിർത്തി കച്ചിയോ ഉമ്മിയോ ഒക്കെ ഭൂസ ഇട്ടിട്ട് അതിന് തീ കൊളുത്തും. അനേക മണിക്കൂറുകളെടുത്ത്, ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ എടുത്ത് ഇഞ്ചിഞ്ചായിട്ട് ഇവർ മരിക്കും. ഇതിനോടകം വിശ്വാസം ത്യജിച്ചാൽ അവർക്ക് രക്ഷപ്പെടാം, അവരെ അതിൽ നിന്ന് കയറ്റും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പീഡകളിലൂടെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ പ്രായഭേദം കൂടാതെ കടന്നുപോയിട്ടുണ്ട്. സ്തോത്രം. ഒക്കെ ഒറ്റ കാര്യത്തിന്, just because of their undivided loyalty to Christ. യേശുക്രിസ്തുവിനോടുള്ള അവരുടെ വിധേയത്വം ഒറ്റ വിഷയമാണ് അവരുടെ പീഡകൾക്കൊക്കെ പിൻപിലുള്ള കാരണം. സ്തോത്രം. അവരുടെ തലമുറക്കാരാണ് നാം എന്ന കാര്യം മനസ്സിലാക്കുക. സ്തോത്രം. ഇന്ന് നാം ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നെങ്കിൽ, ഒരു സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നെങ്കിൽ,
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ നാം പ്രാർത്ഥനയിൽ ഓർക്കണം. 2, ഈ പീഡകൾ നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്കും സംഭവിക്കാം എന്ന വസ്തുത നാം മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മെ തന്നെ തയ്യാറാക്കിക്കൊള്ളണം. സ്തോത്രം. കൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റും വിദ്യുത് ശക്തിയും AC കറണ്ടും DC കറണ്ടും ഒന്നും ഇല്ലാതിരുന്ന, ബാറ്ററിയോ ജനറേറ്ററോ ഒന്നും ഇല്ലാതിരുന്ന 1-ാം നൂറ്റാണ്ടിലൊക്കെ, പ്രത്യേകിച്ച് നീറോ ചക്രവർത്തിയുടെ ഒക്കെ കാലത്ത് ക്രിസ്ത്യാനികളുടെ മേൽ തുണി ചുറ്റിയിട്ട്, ക്രിസ്ത്യാനികളെ മുഴുവനും ശവത്തേൽ തുണി ചുറ്റുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ മേൽ തുണി ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് അവരെ ഗാർഡനുകളിൽ രാത്രിയിൽ പന്തമായിട്ട് കത്തിച്ചു നിർത്തുമായിരുന്നു. അല്പാൽപമായി ഇവര് കത്തി 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 രാജാവിനും ചക്രവർത്തിക്കും അവരുടെ മഹത്തുക്കൾക്കുമൊക്കെ രാത്രിയിൽ ഗാർഡനുകളിൽ, പാർക്കുകളിൽ വെളിച്ചം കൊടുക്കുമായിരുന്നു. ഇന്നത്തെ പോലെ വെളിച്ചം കൊടുക്കുവാൻ വേറെ മാർഗമില്ലാതിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ തീപ്പന്തങ്ങളായിട്ട് ഇതുപോലെ കത്തിച്ചു നിർത്തിയിട്ട് ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ട്. സ്തോത്രം. ഇരുമ്പ്, അയൺ, ലെഡ്, ഈയം, പിന്നെ കോപ്പർ, പിച്ചള ഒക്കെയായ ലോഹ പ്ലേറ്റ്സ്, തകിടുകൾ ചൂടാക്കി ശരീരത്തിന്റെ ടെൻഡറസ് പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ മൃദുലമായ ഭാഗങ്ങളിൽ വച്ച് പൊള്ളിക്കുകയും ശരീര ഭാഗങ്ങളെ തീ കത്തിക്കും. തീ കത്തിച്ചിട്ട് തണുത്ത വെള്ളമൊഴിച്ച് മരണം അത് ലേറ്റ് ആക്കിക്കും. അത്രയും കൂടെ അവരെ ടോർമെന്റ് ചെയ്യുക. വെറുതെ കൊന്നൊടുക്കുകയല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. ജസ്റ്റ് പ്ലേയിങ്. ക്രിസ്ത്യാനികളെ അവർക്ക് വെറും ഒരു കളിക്ക് വേണ്ടിയിട്ട്, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മുടെ ഭാരതത്തിൽ തന്നെ നടന്നിട്ടുള്ള പല പീഡനങ്ങളും നോക്കിക്കോളൂ. പലർക്കും ഒരു എന്റർടൈൻമെന്റാ ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കുന്നത്. യേശുവിനെ അടിക്കുന്നതും അക്കാലത്ത് അവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതുകൊണ്ടാ യേശുവിനെ വെറുതെ അടിക്കുകയായിരുന്നില്ലല്ലോ. യഹൂദന്മാരും പരിഹസിച്ചു, റോമക്കാരും പരിഹസിച്ചു. യഹൂദന്മാർക്ക് പിന്നെ മതപരമായ കാരണമുണ്ടെന്ന് പറയാം യേശുവിനെ ദ്വേഷിക്കാൻ. Jews had at least religious reason to despise Jesus and persecute him. Because of the religious reasons, Jews wanted Jesus to be eradicated, Jesus to be killed, Jesus to be removed from their society. And therefore, they accused him of blasphemy. യേശു ക്രിസ്തു ദൈവദൂഷണം പറഞ്ഞു എന്ന ആരോപണം ഉന്നയിച്ച് യേശുക്രിസ്തുവിനെ മതകാരണങ്ങളാൽ അവരുടെ ഇടയിൽ നിന്നും ഇല്ലാതാക്കുവാൻ, കൊന്നുകളയുവാൻ യഹൂദന്മാർ ആഗ്രഹിച്ചു. പക്ഷേ റോമക്കാരെ സംബന്ധിച്ച് അപ്രകാരം ഒന്നും ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് യേശുവിനെ ഉപദ്രവിച്ച റോമൻ പട്ടാളക്കാർ യേശുവിനെ ഉപദ്രവിക്കത്തക്കതുപോലെ വ്യക്തിപരമായ വൈരാഗ്യം ഒന്നും അവർക്കില്ലായിരുന്നു. ഒരു വൈരാഗ്യമില്ലായിരുന്നു. പിന്നെന്താ? അവർക്കൊരു രസം. They enjoyed. It was pleasuresome for them. They were entertaining with Jesus. The Roman soldiers. റോമൻ പട്ടാളക്കാർ യേശുവിനെ കൊണ്ട് സ്തോത്രം പരിഹസിച്ച്, യേശു ക്രിസ്തുവിനെ കൊണ്ട് അവർക്കൊരു ഒരു വിനോദമായിരുന്നു യേശുവിനെ ഉപദ്രവിക്കുന്നത്. ഒരു വിനോദമായിട്ടാണ് അവർ യേശുവിനെ ഉപദ്രവിച്ചത്. സ്തോത്രം. അതുകൊണ്ടാ യേശുവിന്റെ തലയിൽ മുൾമുടി അണിയിച്ചത്. അത് സാധാരണ ശിക്ഷയുടെ ഭാഗമല്ല. സ്തോത്രം. അവനെ പരിഹസിച്ചത് സാധാരണ ശിക്ഷയുടെ ഭാഗമല്ല. പക്ഷെ ക്രിസ്തുവിനെ അതൊക്കെ അവർ ചെയ്തു. എന്തിനേറെ,
കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും യേശുവിനെ പരിഹസിച്ചെന്നാണ് നാം എഴുതിയിരിക്കുന്നത്, നാം വായിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, സ്തോത്രം, പീഡ അത് ദൈവത്തിനൊരു യാഗം കഴിക്കുന്നത് പോലെയാണ് മനുഷ്യർ ചെയ്തു വന്നത്. ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലെ. ഇന്നും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ജനത്തിന് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. അവരുടെ ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലെയും അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് പോലെയും പിന്നെ അവർക്കൊരു വിനോദം എന്ന നിലയിലും ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിലുമൊക്കെയാണ് അവരിത് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ അതിൻ്റെ ഒന്നും മുൻപിൽ പതറാതെ അത് നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ അതെല്ലാം സഹിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം എല്ലായ്പ്പോഴും ഓർക്കണം, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ കുറേയേറെ പട്ടികകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേക്കാം. എന്നാൽ അപ്പോഴൊന്നും പതറാതെ നിൽപ്പാൻ ദൈവമേ കൃപ നൽകണമേ. സ്തോത്രം. മരണം വരെയും ഞങ്ങളുടെ പ്രാണനെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വേണം. അതിനൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രാർത്ഥിക്കാത്തവരാണ് നാമെങ്കിൽ ഇനി മുതൽ നാം പ്രാർത്ഥിക്കണം, കർത്താവേ, മരണം വരെയും ഞങ്ങളുടെ പ്രാണനെ സ്നേഹിപ്പാതിരിപ്പാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകുമാറാകണമേ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് പഠിക്കുവാനും നമുക്ക് ദൈവം കൃപ നൽകട്ടെ. സ്തോത്രം. ആ ഭാഗം ഇനിയും ഒത്തിരി ആ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന്, when we are being persecuted, what should be our attitude? What should be our response? സ്തോത്രം. നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? സ്തോത്രം. അത് നമുക്ക് നോക്കാം. അതിനുശേഷം പ്രതിഫലം ഏതാണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് വിശദീകരണമില്ലാതെ തന്നെ ആ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് 13-ാം വാക്യം മുതൽ മുൻപോട്ട് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ മുതൽ പഠിക്കാമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സിൽ എടുത്ത് അത്രയും സമയം ഒരുപക്ഷെ മറ്റ് വാക്യങ്ങളിൽ നമുക്ക് എടുക്കേണ്ടി വരില്ല. എടുക്കാതിരിപ്പാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതും. അത് ഓരോ പോർഷൻസ് ആയിട്ട് വാക്കുകൾ, നമ്മളിവിടെ ഓരോ പദങ്ങളെ എടുത്ത് വിശകലനം ചെയ്യുവാൻ ശ്രമിച്ചു. ഇനിയും ഉള്ള ഭാഗത്ത് പദങ്ങളുടെ വിശദീകരണങ്ങൾക്ക് ഞാൻ അധികം മുതിരില്ല. അങ്ങനെയായാൽ നമ്മുടെ വിഷയം എത്തത്തില്ലെങ്കും. അതുകൊണ്ട് ഇനിയും ഓരോ പാസേജസ് എടുത്ത് അതിലെ ഉള്ളടക്കം പറയാനായിരിക്കും ശ്രമിക്കുന്നത്. അത്യാവശ്യം വേണ്ട വാക്കുകൾ മാത്രം ചിലത് നമ്മൾ ഇതുപോലെ ചിന്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ഓർ വാട്ട് ഷുഡ് ബി ക്രിസ്ത്യൻ റെസ്പോൺസ് ടു പെർസിക്യൂഷൻസ്. സ്തോത്രം. ഉപദ്രവങ്ങളോടുള്ള നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ പ്രതികരണം എന്തായിരിക്കണം? സ്തോത്രം. ഇന്നാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഒരു ക്രിസ്തീയ സ്വയം സേവക് സംഘമൊക്കെ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവരും അതിന് മുൻപോട്ട് വന്നിട്ടുള്ളവരും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. കാരണം പലരും പറയുന്നത് നമ്മുടെ ഇടയിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരുണ്ട്, അടിനട പഠിച്ചവരുണ്ട്, കരാട്ടെ പഠിച്ചവരുണ്ട്, കുംഫുക്കാരുണ്ട്. നമുക്കും ഇറങ്ങണം, ആയുധമെടുത്തുകൊണ്ട് നമുക്കും ഇറങ്ങണം. നമ്മൾ നിന്ന് തല്ലുകൊള്ളുന്നത് കൊണ്ടാ ഇവരൊക്കെ നമ്മുടെ മേൽ ഇത്രയുമൊക്കെ ആക്രമണം അഴിച്ചുവിടുന്നത്. നമ്മൾ പ്രതികരിക്കണം, നമ്മൾ അതിനെ ചെറുക്കണം.
നമുക്കും കോളനികളായിട്ട് താമസിക്കണം. ക്രിസ്ത്യാനികൾ മറ്റ് പല മതങ്ങളിലും പെട്ടവരൊക്കെ ഒരുമിച്ചാണല്ലോ അവര് പാർക്കാറുള്ളത്, കോളനികളായിട്ട്. അതുപോലെ ക്രിസ്ത്യാനികളും കോളനികളായിട്ട് ഒരുമിച്ച് പാർക്കണം. അവിടെ വേറെ ആരെയും പ്രവേശിപ്പിക്കരുത്. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ആയുധ പരിശീലനമൊക്കെ ഉള്ളവരായിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നവരും വാദിക്കുന്നവരും നമ്മുടെ ഇടയിൽ, മീൻസ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. ചിലരൊക്കെ രോഷം കൊണ്ടിട്ടായാലും, മീൻസ് ദേഷ്യപ്പെട്ടിട്ടായാലും വിഷമം കൊണ്ടായാലും ഒക്കെ പറയാറുണ്ട്, ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, അടിച്ചു കീറണം എന്നൊക്കെ. നമ്മുടെ പാസ്റ്റേഴ്സ് ഒക്കെ തന്നെ പോലും ആ ഒരു പ്രത്യേക വികാരത്തിൽ പറഞ്ഞു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണോ ഉപദ്രവങ്ങളോടും ഉപദ്രവിക്കുന്നവരോടുമുള്ള നമ്മുടെ പ്രതികരണം വേദപുസ്തകം ആവശ്യപ്പെടുന്നത്? അങ്ങനെ ചിന്തിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മൾ ഇപ്പോൾ കേട്ടതോ ഇല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതോ അല്ല വേദപുസ്തകം, പുതിയ നിയമം പ്രത്യേകിച്ച് നമ്മോട് പറയുന്ന പ്രതികരണം. മറ്റു ചിലർ പറയാറുണ്ട്, നമ്മൾ ആയുധമൊന്നും എടുക്കണ്ട, പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മൾ പ്രതികരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് പാസ്റ്റേഴ്സിൽ തന്നെ ചിലരൊക്കെ ലോകത്തിന്റെ രാഷ്ട്രീയ നിലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പല രാഷ്ട്രീയ പാർട്ടികളുടെ അംഗത്വം സ്വീകരിച്ച ജില്ലാധ്യക്ഷ പദവികളൊക്കെ വഹിക്കുന്ന പാസ്റ്റേഴ്സ് നമുക്കുണ്ട്. അവർ പറയുന്നത് ദൈവസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷയുടെ ഭാഗമായി ദൈവം ഏൽപ്പിച്ച മിഷൻ, ദൗത്യം നിർവഹിപ്പാനായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന്. കുറഞ്ഞപക്ഷം നമ്മുടെ മൈനോറിറ്റിയായ സമൂഹത്തെയെങ്കിലും സേവിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വേറെ വലിയ വലിയ പാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇടയിൽ നിന്നൊരു 2-3 MP-മാരെയെങ്കിലും ഡൽഹിയിലേക്ക് അയച്ചാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവര് പാർലമെന്റിലെങ്കിലും ശബ്ദമുയർത്തും നമുക്ക് വേണ്ടി, നമുക്ക് പാർലമെന്റിൽ വരെ നമ്മുടെ ശബ്ദം കേൾപ്പിക്കണം എന്ന മനോഭാവത്തോടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയ പെന്തക്കോസ്ത് പാസ്റ്റേഴ്സും അച്ഛന്മാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ലോകത്തിൽ തിളങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾ അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഫോട്ടോസ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ചിലര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അതിൽ ചിലരുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു, ഞാൻ കണ്ടു. മറ്റു മാധ്യമങ്ങളിലും ഞാനത് വായിക്കുകയും കാണുകയും ചെയ്തു. വേറെ ചിലർ പറയുന്നത് നമുക്ക് ഇലക്ഷന് നിന്നിട്ട് ചിലപ്പോൾ കേരളത്തിൽ 10 വോട്ട് കിട്ടിയേക്കാം, പക്ഷെ കേരളത്തിന് പുറത്ത് അങ്ങനെ ജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അതെന്തുമാത്രം വിജയിക്കുമെന്നറിയില്ല. പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയോ പിന്നെ കോടതിയിൽ പോവുകയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ആ നിലകളിൽ മുൻപോട്ട് പോകുന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ കുറവല്ല. ഇങ്ങനെ പല നിലകളിൽ പ്രതികരിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അത് ശരിയാണോ, ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ചിന്താഗതികളും നമ്മിൽ പലരിലുമുണ്ട്. ഏതായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ബൈബിൾ നമ്മെ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ മാത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, സ്തോത്രം, കർത്താവ് പറയുന്നു, നിങ്ങളെ അങ്ങനെ പീഡിപ്പിക്കുന്ന ഇടത്ത് നിന്ന് ഒക്കുമെങ്കിൽ ഓടി രക്ഷപ്പെടുക. Flee from persecutions and persecutors. ഓടിപ്പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. മത്തായിയുടെ തന്നെ സുവിശേഷം 10-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമല്ലോ.
എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. ഉപദ്രവിക്കുന്നിടത്തു നിന്ന് ഓടിപ്പോവുക. അതാണ് ഈ അടിപിടി ഉണ്ടാക്കുന്നവരും ഗുണ്ടാത്തലവന്മാരും ഒക്കെ പറയുന്ന രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ ഡിഫൻസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഓടിപ്പോക്ക. അത് എത്ര വലിയ അടിനടക്കാരും ഒക്കെ ആയാലും ശരി, അവരും പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ ഓടിപ്പോവുക. ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുക. നമുക്ക് പശ്ചാത്തലം അറിയാം. ഇപ്പോൾ വന്ദനം ചെയ്യുന്ന കാര്യം, സാധനങ്ങൾ എടുക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ നിങ്ങൾ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ അവരോട് എതിർക്കാനൊന്നും കർത്താവ് പറഞ്ഞില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങൾ ഓടിപ്പോകുവീൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞത് അതിന്റെ താഴെയുള്ള ഭാഗങ്ങളിലുണ്ട്. പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തും കൂടെ ചെയ്യണം. എന്തും കൂടെ ചെയ്യണം? നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് പോണം. അതിന്റെ അർത്ഥം അവർക്കൊരു സാക്ഷ്യത്തിന് വേണ്ടി ന്യായവിധി നാളിൽ അതൊരു സാക്ഷ്യമായിരിക്കും എന്ന സൂചനയാണ് കർത്താവ് തരുന്നത്. സ്തോത്രം. ഇന്ന് പോലും നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ നീതി ന്യായ വ്യവസ്ഥകളിലും മറ്റും ജീവനില്ലാത്ത വസ്തുക്കൾ പോലും പലതിനും സാക്ഷ്യമാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ച ചില വാർത്തകൾ, 10ഉം 50ഉം ഒക്കെ വർഷങ്ങൾക്ക് ശേഷം വിദേശ രാജ്യങ്ങളിൽ ചില കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. അതിൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വായിച്ച ഒരു സംഗതിക്കകത്ത് ദീർഘവർഷങ്ങൾക്ക് ശേഷം പിടിക്കപ്പെട്ട ആ കുറ്റവാളിയെ പിടിച്ചത് അയാൾ ഒരു ഹോട്ടലിൽ പോയിട്ട് കൈ തുടച്ച് വേസ്റ്റ് ബിന്നിലിട്ട ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നാണ്. നിങ്ങളും ചിലപ്പോൾ മനോരമയിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ മനോരമയിലാണ് വായിച്ചത്. കൈ തുടച്ചിട്ട് കളഞ്ഞ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് ആ മനുഷ്യന്റെ DNA എടുത്ത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചിരുന്ന DNA-യുമായിട്ട് തട്ടിച്ചു നോക്കി. അങ്ങനെ പോയി ആളിനെ പിടികൂടി. ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ മതി ഒരാൾക്കെതിരെ ഒരു തെളിവിന് വേണ്ടി. ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ. ഇതുപോലെയുള്ള നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചെറിയ തെളിവുകൾ ഇന്നത്തെ കുറ്റാന്വേഷണ വിഭാഗത്തിലൊക്കെ ഭയങ്കര തെളിവുകളായിട്ട് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ കാലിൽ പൊടി തട്ടിക്കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞതും ഒരു ആത്മീയ ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. ആകാശത്തെയും ഭൂമിയെയും പോലും ന്യായം വിധിക്കുന്ന സമയത്ത് സാക്ഷ്യത്തിന് വേണ്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതല്ലേ. ഇസ്രായേൽ മക്കളുമോട് മോശ അന്തിമ നാളുകളിൽ സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരായിട്ട് സാക്ഷി നിർത്തുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? ആകാശമേ കേൾക്ക,
ഭൂമിയെ ചെവി തരിക. ഹബക്കുക്ക് പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പാപം ചെയ്തോ, പക്ഷേ നിങ്ങൾ ഏത് വീട്ടിൽ ഇരുന്ന് പാപം ചെയ്യുന്നോ ആ വീടിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭിത്തിയിലെ കല്ലുകൾ ഒരു ദിവസം നിങ്ങൾക്കെതിരെ ആർത്ത് വിളിക്കും. നിങ്ങൾ ഏത് വീട്ടിലിരുന്ന് പാപം ചെയ്യുന്നു ആ വീടിന്റെ ഉത്തരവും കഴിക്കോലുമൊക്കെ ബീമും പില്ലറുമൊക്കെ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും. അതിന്റെ ഭാഗമായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഓടിപ്പോന്ന വഴിക്ക് കാലിലെ പൊടിയും കൂടെ തട്ടിയിട്ടേര്, ന്യായവിധി ദിവസത്തിൽ ആ പൊടി അവർക്കെതിരെ സാക്ഷ്യം പറയും. ഇവരോട് സുവിശേഷം പറഞ്ഞിരുന്നു, ഇവരോ കൈക്കൊണ്ടില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രതികരണം, ഉപദ്രവിക്കുന്നിടത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓടിപ്പോവുക. ചിലപ്പോൾ നമ്മുടെ ഈഗോ സമ്മതിക്കത്തൊന്നുമില്ല, പിന്നെ അവൻ അടിക്കാൻ വന്നപ്പോ ഞാനങ്ങ് ഓടാൻ നിൽക്കുകയല്ലേ? ഇല്ല, നിന്നുകൊണ്ടു കുഴപ്പമില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് ഓടാൻ ഒക്കെങ്കിൽ ഓടിക്കണം. പൗലോസിനെ കൊട്ടയ്ക്കകത്ത് വരെ എടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. കൊട്ടയ്ക്കകത്ത് വരെ എടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നാമത്തെ പ്രതികരണം, ഫ്ലീ ഫ്രം ദ പ്ലേസ്. ഫ്ലീ ഫ്രം വൺ പ്ലേസ് ടു ദി അതർ. അങ്ങനെ ഓടിക്കുന്നിടത്തുനിന്ന് ഓടിക്കോളൂ. സ്തോത്രം. അതിനാ നമ്മുടെ നാട്ടിലെ ചില രസികരായ പ്രസംഗകരുണ്ടായിരുന്നു. രണ്ടുപേരെ എനിക്ക് നേരിട്ടറിയാം. രണ്ടുപേരെ. അതിൽ ഒരാൾ ഇപ്പൊ ഇല്ല, ഒരാൾ ഇപ്പോഴും ഉണ്ട്. അവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ അടിക്കാൻ വന്നു, ഞാനോ? എന്നെ അടിക്കാൻ അവർക്ക് പറ്റുമോ? ഞാനും അങ്ങോട്ടങ്ങ് ഇറങ്ങി, ഞാൻ മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി, ചെരുപ്പും ഒക്കെ അങ്ങോട്ടും ഊരി, എന്നിട്ട് വെച്ചു കൊടുത്തു ഒരൊറ്റ ഓട്ടം. അവർ ചിലപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാ. കേരളത്തിലെ പ്രസംഗകരുടെ രണ്ട് പ്രസംഗകരെ എനിക്ക് നേരിട്ടറിയാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓടിപ്പോവുക. ഓക്കെ. രണ്ടാമത്തെ പ്രതികരണം എന്ന് പറയുന്നത്, സ്തോത്രം, ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന ഭാഗത്ത് തന്നെയുള്ളതാണ്. 11-ാമത്തെയും 12-ാമത്തെയും വാക്യങ്ങൾ, മത്തായി 5-11-12 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദ സെക്കൻഡ് റെസ്പോൺസ്. എന്താ സെക്കൻഡ് റെസ്പോൺസ്? റിജോയ്സ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എന്റെ നിമിത്തം, സ്തോത്രം, വേഴ്സ് 11. ഓക്കെ, ഇംഗ്ലീഷിൽ. Blessed are you when people insult you, persecute you, and falsely say all kinds of evil against you because of me. Rejoice and be glad, because great is your reward in heaven. For in the same way they persecuted the prophets who were before you. Rejoice and be exceedingly glad. സ്തോത്രം. സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. സ്തോത്രം. ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞതിന്റെ നിർവചനം ഇതിനോടകം നിങ്ങൾക്ക് കിട്ടിയല്ലോ. സ്തോത്രം. ശാരീരിക പീഡകൾ എന്ന് മാത്രമല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇന്നും ഞാൻ അങ്ങനെയുള്ള ഒരാളുമായി സംസാരിച്ചു എന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഈ നിലയിൽ ഉപദ്രവത്തിന്റെ ഭാഗമായി തീരുവാൻ ഭാഗ്യം ലഭിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? സന്തോഷിച്ച് ഉല്ലസിക്കണം. അകത്ത് സന്തോഷം മാത്രമല്ല, പുറത്തുള്ള പ്രകടനവും കൂടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവേർഡ്ലി and externally, outwardly, we have to be rejoicing. സ്തോത്രം. നാം സന്തോഷിക്കുന്നവരായിരിക്കണം.
അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു, എങ്കിലും ഒന്നും കൂടെ വായിക്കാം. ആക്ട്സ് 5:40 and 41. യെസ്. അവർ അവർ അവനെ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയി. സ്തോത്രം. അവരെ വിളിച്ച് അടിപ്പിച്ചു, താക്കീത് കൊടുത്തു, പഴിച്ചു, ദുഷിച്ചു. പക്ഷേ അടികൊണ്ടിട്ട് വിരോധം പറഞ്ഞും പിറുവിറുത്തോണ്ടൊന്നുമല്ല അവർ പോയത്. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇതവരുടെ അനുഭവമാണ്. മുമ്പേ നമ്മൾ വായിച്ചത് ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. റിജോയ്സ് ആൻഡ് ബി എക്സീഡിംഗ്ലി ഗ്ലാഡ്. ആ അപ്പോസ്തലന്മാർ ഉപദ്രവങ്ങൾ നേരിട്ടപ്പോൾ പ്രതികരിച്ച പ്രതികരണമാണ് നാം ഇപ്പോൾ വായിച്ചത്. സ്തോത്രം. ഇപ്പോൾ വായിച്ചത്. ഇനിയും അപ്പോസ്തോലിക ഉപദേശത്തിന്റെ ഭാഗമായിട്ടും കൂടെ ഉള്ളത് 1 പത്രോസ് 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതാണെങ്കിലും ഇതിനോട് ചേർത്ത് വായിച്ച് നമുക്ക് പോകാം. 4-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. സ്തോത്രം. സ്തോത്രം. അപ്പോൾ അവിടെ നാം കാണുന്നു അപ്പോസ്തോലിക ഉപദേശമായിട്ട്, അല്ലെങ്കിൽ അപ്പോസ്തോലന്റെ ഒരു പ്രബോധനമായിട്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഇതാണ് 2-ാമത്തെ പ്രതികരണം. ഉപദ്രവിക്കപ്പെടുമ്പോൾ നാം പിറുപിറുക്കുന്നവരും ദുഃഖിക്കുന്നവരും വിശ്വാസം വിട്ടുപോകുന്നവരും ഒന്നും ആകരുത്. പകരം നാം സന്തോഷിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ അതിയായ ആഹ്ലാദിക്കുന്നവരായി തീരണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഓക്കെ, ഒരു ചോദ്യം വന്നത് ഒരു ആളിനെ ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷം പറയാൻ we also have rights എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യും. തീർച്ചയായും നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടനയനുസരിച്ച് സുവിശേഷം പറയാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവർ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ടതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുകയും നമ്മുടെ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുക. ദാറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്. നിയമം തീർച്ചയായും അത് നമുക്ക് അനുവാദം തരുന്നുണ്ട്. എന്നാൽ നിയമത്തിന് വില കൽപ്പിക്കാത്ത ജനത്തിന്റെ ഇടയിൽ നമുക്ക് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ചിലയിടത്ത് നമ്മൾ പറയുമ്പോൾ അവര് അത് കൈക്കൊണ്ടേക്കാം, ഉൾക്കൊണ്ടേക്കാം. തീർച്ചയായിട്ടും വെറുതെ നിന്ന് തല്ലുകൊള്ളുന്ന കാര്യമല്ല. ഉപദ്രവിക്കപ്പെടുമ്പോൾ അതിന് നമ്മൾ പാത്രങ്ങളാകുന്നത് കൊണ്ട് നാം സന്തോഷിക്കുക, അതിൽ നമ്മൾ ദുഃഖിക്കുകയോ ഒന്നും അരുത്. സ്തോത്രം. എന്നാൽ ഇപ്പോൾ നമുക്കൊരു കോടതിയിൽ പോകേണ്ടി വരുന്നു, ഒരാളുമായിട്ട് സംസാരിക്കുവാൻ ഒരു അവസരം വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. നമ്മൾ ചിലരൊന്നും ചോദിക്കും, നീ എന്തുവാ ചെയ്യുന്നത്, നീ എന്തുകൊണ്ട് ചെയ്യുന്നു? തീർച്ചയായിട്ടും നമുക്ക് അവരോട് സംസാരിക്കാം. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ആ ചോദ്യം വന്നതുകൊണ്ട് അതിനൊരു മറുപടി. 1 പത്രോസ് തന്നെ 3-ാമത്തെ അധ്യായം. സ്തോത്രം.
അതിൻ്റെ 14 15 വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 Peter 3:14 and 15. But even if you should suffer for what is right, you are blessed. Do not fear what they fear. Do not be frightened. But in your heart, set apart Christ as Lord. Always be prepared to give an answer to everyone who asks you to give the reason for the hope that you have. But do this with gentleness and respect. 14 വാക്യത്തിൽ പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. സ്തോത്രം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ സമയത്ത് നമ്മൾ ഭയപ്പെടരുത്, കലങ്ങരുത്. ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതൊരു ഭാഗം. രണ്ടാം ഭാഗം 15 വാക്യത്തിൽ പറയുന്നു, ന്യായം ചോദിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച്. ഇവിടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് എന്ന വിഷയമല്ല, പകരം നമ്മുടെ ടോട്ടൽ ഫെയ്ത്തിനെയാണ് ഇവിടെ പ്രത്യാശ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ടോട്ടൽ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, വാട്ട് വി ബിലീവ്, അതിനെ സംബന്ധിച്ച് അതിനകത്ത് പെടുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസവും വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസത്തിന്റെ പ്രചരണവുമെല്ലാം. അങ്ങനെ ആ വിഷയത്തിൽ ന്യായം ചോദിച്ചു വരുന്ന ആരോടും നമ്മൾ പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അവിടെ മിണ്ടാതിരിക്കൊന്നും വേണ്ട. പക്ഷേ അവിടെ പറഞ്ഞത് കേട്ടോ, ബട്ട് റിമെമ്പർ ഡു ഇറ്റ് വിത്ത് ജെന്റിൽനെസ് or with meekness and with respect. സ്തോത്രം. അങ്ങനെയാകാവൂ. അതല്ലാതെ അവരുടേതായ രീതിയിൽ നമ്മൾ തട്ടിക്കേറിയാൽ നടക്കില്ല. അതല്ല വേണ്ടത്. ചിലപ്പോ ആ നിലയിൽ നമ്മൾ ഇടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവർ വിചാരിക്കട ഇവനും എന്തുവാ നാടൻ ഭാഷ പറഞ്ഞ ഇവനും പുലിയാ, നമുക്ക് പോയേക്കാവെന്ന് പറഞ്ഞ് ചിലപ്പം പോകും. അത് ശരിയാ. പക്ഷെ അത് ക്രിസ്തീയ രീതി അല്ല. എന്നാൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? എനിക്കറിയാം, എൻ്റെ സ്നേഹിതരിൽ ചിലരെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രസംഗം നിർത്തുന്നും പറഞ്ഞ് ആക്രോശിച്ചു വന്നവരുണ്ട്. അവര് പറഞ്ഞു, അല്പം ഒന്ന് നിൽക്കണേ, ഞാൻ നിർത്താം. ഞാനിപ്പോ ഈ പറഞ്ഞു തുടങ്ങിയത് ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. അവരെ നിർത്തിക്കൊണ്ട് മുഴുവൻ സുവിശേഷവും അവർ പ്രസംഗിച്ചു. സ്തോത്രം. എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീമായിട്ട് സുവിശേഷ പ്രവർത്തനം അധികമില്ലാത്ത മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും കൂടെ ബോർഡർ ഒരു സ്ഥലത്ത് ഗോന്ദിയായിൽ പോയി. ഞങ്ങളുടെ മൂത്തമോൻ ബിജിനും അന്നവൻ കൊച്ചു പയ്യന, അവനും എൻ്റെ കൂടെ വന്നു. ചൂട് സമയത്ത്, സമ്മർ വെക്കേഷനില്ല. ആ ഡിസ്ട്രിക്റ്റിലുള്ള മറ്റ് ദൈവദാസന്മാരെയും വിളിച്ചുകൂട്ടി. ഞങ്ങളെല്ലാവരും കൂടെ പോയി. 3 ദിവസത്തെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമായിരുന്നു. 10-25 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് അങ്ങനെ നടക്കുന്നത്. ഓപ്പൺ എയർ മീറ്റിംഗ്സും ഉണ്ട്, വൈകിട്ട് മിനി കൺവെൻഷൻസും ഉണ്ട്. രാവിലെ തൊട്ട് ഉച്ചവരെ ഹൗസ് വിസിറ്റിംഗ്, ഡോർ ടു ഡോർ, ഇയർ ടു ഇയർ സുവിശേഷം. അതാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എവറി ഹോം ക്രൂസൈഡ് അല്ല, എവറി ഇയർ ക്രൂസൈഡ് ആണ് എൻ്റെ തത്വം. ഒരാളെ ഉള്ളെങ്കിലും ആ ഒരാളിനോടും സുവിശേഷം പറയുക. എല്ലാ കാതും സുവിശേഷം കേൾക്കണം. എവിടെ വെച്ച് ആരെ കണ്ടാലും സുവിശേഷം പറയുക. അങ്ങനെ ഞങ്ങള് അവിടെ ചെയ്തു. ഒന്നാമത്തെ ദിവസം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ആദ്യത്തെ ദിവസം രാത്രിയിലത്തെ യോഗ സമയത്ത് തന്നെ എതിർപ്പുകളും ഭീഷണികളും ഒക്കെ ഉണ്ടായി. ഞങ്ങൾ പോലീസ് പെർമിഷനോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ അന്ന് രാത്രി ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു, നാളെ രാവിലെ വരണം സ്റ്റേഷനിലെന്നും പറഞ്ഞു.
ഞങ്ങൾ ചെന്നു. ഞങ്ങൾ അറിയാമായിരുന്നു സംഭവം ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. കാരണം അവിടെ തന്നെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. ഞങ്ങളോളം എത്തിയില്ല എന്ന് മാത്രം, അവർക്ക് ഇടയിൽ തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവർ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇതൊക്കെയാ പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ വന്നിട്ട്, പോലീസുകാർ വന്നിട്ടേ പ്രസംഗിക്കാവൂ. നിങ്ങൾ എന്തൊക്കെയാ പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കേൾക്കണം, റെക്കോർഡ് ചെയ്യണം. വളരെ സന്തോഷം. ഈ വാർത്ത അവിടെ മുഴുവനും അറിഞ്ഞു. സാധാരണ വരുന്നതിനേക്കാൾ പല മടങ്ങ് ആൾക്കാർ അന്ന് വന്നുകൂടി. ഞങ്ങൾ മൈക്ക് വെച്ച് കെട്ടി പോലീസുകാരെ ഇരുത്തിക്കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് പറയേണ്ടത് മുഴുവനും പറഞ്ഞു. പോലീസുകാരും കേട്ടു. അവർ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവർക്ക് നമുക്കെതിരെ ആക്ഷൻ എടുക്കത്തക്കതുപോലെ യാതൊന്നും തന്നെ ഉണ്ടായില്ല. അവിടെ ഉണ്ടായിരുന്ന RSSന്റെ നേതാക്കളാണ് ഞങ്ങൾക്കെതിരെ വന്നത്. അവര് കൂട്ടമായിട്ട് വന്നു ഞങ്ങൾക്കെതിരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ. അവിടെയും നിന്നുകൊണ്ട് അവരുടെ വലിയൊരു ഗ്രൂപ്പ് വന്നപ്പോൾ അവരോടും അവരുടെ ചോദ്യത്തിന് മറുപടി എന്നതുപോലെ സുവിശേഷം പറയാൻ, അന്നേരം പിന്നെ മൈക്കില്ലായിരുന്നു, ആവുന്ന സൗണ്ടിൽ വിളിച്ചു പറയാൻ അവിടെയും ഞങ്ങൾക്ക് ദൈവം അവസരത്തെ തന്നു. ഇങ്ങനെ അപ്പൊ അവിടെ നമ്മൾ വഴക്കിടാൻ പോയില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്തു. ആ മറുപടി സുവിശേഷമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വേറൊന്നിനും പോയില്ല. അതുപോലെ നമുക്ക് ചെയ്യാം. സൗമ്യതയും താഴ്മയുമുള്ളവരായി മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് സുവിശേഷം അവരോട് പറയാം. എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം നമുക്ക് പറയാം. അവരുടെ രീതിയിലാകരുതെന്ന് മാത്രം. അവരെ പോലെ ആയ പിന്നെ പ്രയോജനം എന്താ? അത് വേണ്ട. ആൾക്കാർ പറയും, നീ അടാ പുലി എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും. ഇങ്ങനെ വേണം സുവിശേഷം പ്രസംഗിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ക്രിസ്തീയമല്ല ആ മാർഗം. അതുകൊണ്ട് ബിബ്ലിക്കൽ പാറ്റേണിൽ തന്നെ നമുക്ക് പോകണം. ഓക്കെ, റിജോയ്സ്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, സ്തോത്രം, when we are persecuted, we have to be patient under the persecutions. സ്തോത്രം. ഓക്കെ മോനെ, be patient even under persecutions. ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. വായിക്കട്ടെ. സ്വന്തം കൈയാൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. സ്തോത്രം. മതി, 12-ാമത്തെ വാക്യം മതി. ഉപദ്രവം, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. അപ്പോൾ ഉപദ്രവം നാം എന്ത് ചെയ്യണം? ബി പേഷ്യന്റ് അണ്ടർ. സ്തോത്രം. സഫർ പെർസിക്യൂഷൻ. ബി പേഷ്യന്റ് സഫറേഴ്സ്. ഉപദ്രവം സഹിക്കുന്നവരായിട്ട് നാം മാറുക. ഉപദ്രവം സഹിക്കുന്നവരായിട്ട് നാം മാറുക. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുക. സ്തോത്രം. നമ്മളെ പറയുന്നത് പോലെ തന്നെ തിരിച്ചു പറയാൻ പോയാലോ? ചിലപ്പോ അവര് പറയണ നിർത്തുമായിരിക്കും കേട്ടോ. ഇവനോട് ഏറ്റുമുട്ടിയ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് അവര് നിർത്തിയേക്കും. പക്ഷെ ക്രിസ്ത്യൻ അപ്രോച്ച് അല്ലത്. അതേ ഉള്ളു വിഷയം. നമ്മുടെ ഇടയിൽ അവരെ പോലെ തന്നെ ഉത്തരം കൊടുക്കുന്നവരുണ്ട്, ശരിയാ. പക്ഷേ ക്രൈസ്തവ്യമല്ല എന്ന് മാത്രം. ഇത് പൗലോസാ പറയുന്നേ. പൗലോസിന് നിയമമൊന്നും അറിയാത്ത ആളല്ല. ചിലയിടത്തൊക്കെ പൗലോസ് ചോദിച്ചിട്ടുണ്ട്, റോമ പൗരന്മാരായി ഞങ്ങളെ ആരും അറിയാതെ
പരസ്യമായിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് ഇപ്പം ഞങ്ങളെ ആരും അറിയാതെ ഇറക്കി വിടുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടിക്കാനും ഒക്കെ വന്ന സമയത്ത് റോമൻ പൗരന്മാരെയാണോ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പൗലോസിന്റെ ഒരു സ്ട്രാറ്റജിയിൽ പെടുന്ന കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പൗലോസ് പറഞ്ഞത് ഉപദ്രവം ഏറ്റിട്ട് ഞങ്ങളത് എന്ത് ചെയ്യുകയാണ്? സഹിക്കുകയാണ്. ഉപദ്രവം ഞങ്ങൾ സഹിക്കുകയാണ്. നമുക്ക് ഉപദ്രവങ്ങൾ നേരിട്ടാൽ ഓടിപ്പോകാൻ പറ്റുമെങ്കിൽ ഓടിപ്പോക്കോ, ഉണ്ടാകുമ്പോ സന്തോഷിച്ചു. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ സഹിക്കണം. സ്തോത്രം. സഹിക്കണം. ആ സമയത്തും പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ ശകാരം കേട്ടാൽ, ആരെങ്കിലും ചീത്ത വിളിച്ചാൽ എന്ത് ചെയ്തോണം? ആശീർവദിച്ചോണം. ദൂഷണം, മുമ്പേ നമ്മൾ കേട്ടതുപോലെ, മുമ്പേ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളോ സഹോദരങ്ങളോ സഭക്കാരോ സഭാ നേതാക്കന്മാരോ കൂട്ടുപ്രവർത്തകരോ നമ്മുടെ ചർച്ചിലെ പാസ്റ്റർമാരോ, ചിലയിടത്ത് പാസ്റ്റർമാർ കുഴപ്പമില്ല, പാസ്റ്ററുടെ ഭാര്യമാരാ ദൂഷണം പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്തോണം? നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. സ്തോത്രം. ദൂഷണം കേട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞത്? ഞങ്ങള് നല്ല വാക്ക് പറയുന്നു. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചു പറയല്ലേ. നമ്മളെ കുറിച്ച് ഒരു ദൂഷണം പറയാന്നെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത്, ആഹാ ആ പുള്ളിയാണോ, ആ പുള്ളിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാം എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടങ്ങ് ചാക്കഴിക്കും. അവര് ചെറിയ ഒരു എൻവലപ്പായിരിക്കും അഴിച്ചത്, നമ്മൾ ചാക്ക അഴിക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാ ചെയ്യാറുള്ളത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല. അയ്യോ അവരങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞാലും അവർ പക്ഷെ അങ്ങനെയുള്ളവരല്ല കേട്ടോ. അവരെ കുറിച്ച് നല്ല വാക്ക് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ സാധിക്കാറില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, എന്നെ കുറിച്ച് ദോഷം പറയുന്നവരെ കുറിച്ച് ഞാൻ ഇനി നല്ല വാക്കേ പറയത്തുള്ളൂ. അവരിൽ ദോഷം ഇല്ലഞ്ഞിട്ടല്ല, അവരിലുള്ള ദോഷം നമുക്കറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ക്രിസ്തീയ മനോഭാവം എന്ന് പറയുന്നത്, സ്തോത്രം, നമുക്കെതിരെ ദോഷം പറയുന്നവരെ കുറിച്ച് നമ്മൾ നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. സ്തോത്രം. നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം ഇന്ന് തൊട്ട്. ഇതുവരെ നമുക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കഴിയാത്തവരായിരിക്കും നമ്മൾ അധികം പേരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്തോത്രം. പക്ഷെ ഇന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവെ, ഇനിയും ദൂഷണം പറയുന്നവരെ കുറിച്ച് നല്ല വാക്ക് പറയാൻ എനിക്ക് കൃപ തരണേ. അത് ജോലി സ്ഥലത്തായാലും ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ജോലി സ്ഥലത്തായാലും എവിടെയായിരുന്നാലും വീട്ടിലായാലും ഒക്കെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാ. ഒരു ഭർത്താവ് ഭാര്യയുടെ മേൽ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചു. അവർ ആശുപത്രിയിലാ, ഏതാണ്ട് മരിക്കും എന്നൊരു സ്ഥിതിയിലേക്ക് അവരെത്തി. എല്ലാവർക്കും അറിയാം ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ചതാണ്. ഭർത്താവിന് വേറൊരു കല്യാണം കഴിക്കണം, അതിനുവേണ്ടി ചെയ്ത പരിപാടിയാ. അത് ഭാര്യയുടെ വീട്ടുകാർക്കും ഭർത്താവിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. എന്നാൽ നിയമപ്രകാരം മരണമൊഴി സ്വീകരിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോലീസ് എന്ന് ഇവരോട് മരിക്കുന്നതിന് മുമ്പ് അവരുടെ മൊഴിയെടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞാന് സ്റ്റൗ കത്തിക്കുമ്പോൾ മണ്ണെണ്ണ തെറിച്ച് വീണ് സ്റ്റൗവിൽ നിന്ന് തീ പിടിച്ചതാ. ആവർത്തിച്ചു ചോദിച്ചു,
പക്ഷെ അവര് പറഞ്ഞു, ഇല്ല, എൻ്റെ ഭർത്താവല്ല, ഇങ്ങനെ തീ പിടിച്ചതായി എനിക്ക്. റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി പോലീസുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ മരിച്ചാലും എൻ്റെ ഭർത്താവ് സമാധാനത്തോടെ ജീവിച്ചു കൊള്ളട്ടെ, എനിക്ക് ഒരു പക്ഷേ ഇനിയും പറ്റില്ല ഇങ്ങനെ, എൻ്റെ ഭർത്താവെങ്കിലും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കട്ടെ. കണ്ടോ എന്തൊരു മനോഭാവമാ. നമുക്ക് പറ്റുമോ? പറ്റിയിട്ടുണ്ടോ ഇതുവരെ? സാധിക്കണം. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുക. നാം ശ്രമിക്കുക. കർത്താവ് നമുക്ക് ശക്തി നൽകും. സ്തോത്രം. അപ്പോൾ അതാണ് മൂന്നാമത്തേത്, നാം ഉപദ്രവങ്ങൾ സഹിക്കുക. 4, സ്തോത്രം, ഗ്ലോറിഫൈ ഗാഡ് ഇൻ അവർ പെർസിക്യൂഷൻസ്. സ്തോത്രം. നമ്മുടെ ഉപദ്രവങ്ങളിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ വായിച്ച് വേഗം വിടാം. 1 പത്രോസ് 4:16, 1 Peter 4:16. സ്തോത്രം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. Let him glorify God on this behalf when a person is persecuted because of being Christian. ക്രിസ്ത്യാനിയായിട്ട് നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, സ്തോത്രം, നാം ലജ്ജിക്കരുത്. സ്തോത്രം. പകരം നാം എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാം അതിൽ അഭിമാനിക്കണം. അതാണ് പറയുന്നത്. നമുക്ക് അഭിമാനം തോന്നണം, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിൽ. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി പോലും പലപ്പോഴും മറച്ചു വെക്കുന്നവരാ എന്നുള്ള ഒരു സത്യമുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി പോലും പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുന്നവരാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്, അല്ലെങ്കിൽ ഞാനൊരു പെന്തക്കോസ്തുകാരനോ കാരിയോ ആണെന്ന് സമൂഹത്തിൽ വെളിപ്പെടുത്തുവാൻ നാം അഭിമാനിക്കുന്നവരാണോ എന്ന് സംശയമുണ്ട്. എല്ലാരെ കുറിച്ചല്ല, പലരെ കുറിച്ചും. ജോലി സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുന്നിടത്തുമൊക്കെ, സ്തോത്രം, ഈവൻ നാം യോഗങ്ങൾക്ക് പോകുമ്പോൾ, ഇപ്പം അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും, യോഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബൈബിൾ തുറന്നു പിടിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ് ബൈബിളായിട്ട് പോകാൻ പോലും നമ്മൾ പലരും ഇഷ്ടപ്പെടുന്നവരല്ല. പ്ലാസ്റ്റിക് കവറിനകത്തും ഒക്കെ ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാ. ചില സ്ഥലങ്ങളിലൊക്കെ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണല്ലോ കൂടുതൽ ആൾ വരുന്നത്, സഭായോഗം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവരും എത്താറുള്ളത്. മീറ്റിംഗ് നടക്കുന്നതിനിടയ്ക്ക് പ്ലാസ്റ്റിക് കവറിന്റെ ശബ്ദമേ കേൾക്കാനുള്ളൂ. ഇത് തുറന്നിട്ട് പുറത്തെടുക്കുക. ചില സഭകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് കവർ പുറത്തുനിന്ന് അഴിച്ചിട്ട് അകത്ത് വരാവോ. അകത്ത് ഒരാളിന്റെ പോലും പ്ലാസ്റ്റിക് കവറിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. അത്രയ്ക്ക് ശല്യമായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കൂടുതൽ പേർക്കും വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. നേരത്തെ നടന്നും കൂടെ ഒക്കെ വരുന്നവരാകുമ്പോൾ ബൈബിൾ കയ്യിൽ പരസ്യമായി കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാത്തവർ അഭിമാനിക്കുക. ഗ്ലോറിഫൈ ഗാഡ്. കർത്താവേ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, അത് നിമിത്തം എനിക്ക് പീഡയും നിന്നയും ഉണ്ടായി, അങ്ങേക്ക് മഹത്വം, ഞാൻ അതിൽ അഭിമാനിക്കുന്ന കർത്താവേ. സ്തോത്രം. നമുക്കൊരു ഉന്നതമായ ജോലി ലഭിച്ചാൽ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം ലഭിച്ചാൽ, ഒരു നല്ല കമ്പനിയിൽ
ഒരു നല്ല പൊസിഷനിൽ ജോലി ലഭിച്ചാൽ, വിദേശത്തൊരു ജോലി ലഭിച്ചാൽ, ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ, നല്ല ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ഒക്കെ നമുക്ക് എന്ത് അഭിമാനമാ തോന്നുന്നത്. അതുപോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് നിന്ദയും അപമാനവും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. അഭിമാനത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. സമയം നമ്മുടെ തീരാൻ പോകുന്നല്ലോ. അഞ്ചാമത്തേത്, ഫിഫ്ത്ത് ആറ്റിറ്റ്യൂഡ് ഓർ റെസ്പോൺസ്. നാം ഉപദ്രവങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രത്യേകിച്ച് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. Pray for the persecutors especially. മത്തായി തന്നെ 5:44, 5:44 മാത്യു. മത്തായി 5:44 ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്തോത്രം. ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപദ്രവിക്കുന്നവർക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളത് സത്യ. പക്ഷേ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള പോലെ, കർത്താവേ സന്ദർശിക്കണമേ എന്നായിരിക്കും, അല്ലെ? വിസിറ്റ് ദം ഓ ഗാഡ്. ആ സന്ദർശിക്കുക എന്നതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. കർത്താവെ ഒന്ന് പോയി അവരെയൊക്കെ ഒന്ന് കാണണമെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ആ വിസിറ്റേഷന്റെ അർത്ഥം നമുക്ക് പറയാൻ മനസ്സിലായല്ലോ. സ്തോത്രം. പ്രാർത്ഥിക്കും, പക്ഷെ അതല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. പിന്നെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ കൈകാലുകളെ വലിച്ചു വച്ചാണി അടിക്കുന്ന സമയത്ത് ആണി അടിക്കുന്നവർക്ക് വേണ്ടി യേശുനാഥൻ എന്താണ് പ്രാർത്ഥിച്ചത്? അത് നാമും പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ അതെന്താണെന്ന്. യേശുവിനെ വളരെ പീഡിപ്പിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യേശുവിനെ ഒത്തിരി അടിച്ചു. ഒത്തിരി അടിച്ച് തല മുതൽ പാദം വരെ രക്തമൊഴുകുകയാണ്. ശരീരം മുഴുവനും അടികൊണ്ട് വീങ്ങിയിരിക്കുക. യഹൂദനായതുകൊണ്ട് യേശു നല്ലപോലെ വെളുത്ത ശരീരക്കാരനാകാനാ സാധ്യത. നമ്മുടെയൊക്കെ ചിലരൊക്കെ പറയുന്ന പോലെ ചോക്ലേറ്റ് കളറുള്ള നമ്മളെയൊക്കെ നമ്മുടെ പേരൻസ് സ്നേഹത്തോടെ അടിക്കുന്ന അടിയാ, പേരൻസിന്റെ അടി. എന്നാൽ പോലും ഒരടി അടിച്ചാൽ നമ്മുടെ ദേഹമൊക്കെ ആ പാട് കാണാം. കറുത്ത ശരീരത്ത് പോലും അടി കൊണ്ട പാട് കാണും. എന്നിട്ട് അത് വീങ്ങും, നീര് വെക്കും. ഒറ്റയടിക്കുണ്ടായ സംഭവമായത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ, സ്തോത്രം, 1 കുറയെ 40 അല്ല അടിച്ചിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എത്ര അടി അടിച്ചെന്ന് നമുക്കറിയില്ല. യഹൂദൻ അടിക്കുകയായിരുന്നെങ്കിൽ 39 നിർത്തിയനെ. പക്ഷെ യഹൂദൻ അല്ല യേശുവിനെ അടിച്ചത്, റോമക്കാരാ അടിച്ചത്. റോമൻ നിയമം വെച്ചാണ് അടിച്ചതും. അതുകൊണ്ട് 39 നിർത്തിക്കാണില്ല. അങ്ങനെ യേശുവിന്റെ ശരീരം മുഴുവനും തടിച്ച് ഷെയ്പ്പ് മാറിയിരിക്കുക. പറയുന്നത് യേശുവിനെ ചാട്ടവാറുകൾ കൊണ്ട് ഇങ്ങനെ നല്ല ബെൽറ്റ് ഉണ്ട്, ലെതർ ബെൽറ്റിലാണ് ലെഡ് അസ്ഥി കഷണം ബോൾസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഈ ലെതർ ബെൽറ്റ് മുഴുവനും കൂടെ അങ്ങോട്ട് അടിച്ച് ചുറ്റി അങ്ങ് കിട്ടും. വലിച്ചിറക്കുമ്പോൾ യേശുവിന്റെ സ്കിൻ ഇങ്ങനെ റിബൺ പോലെ ഇളകി വരുമായിരുന്നുവെന്നാണ് ഫിസിഷ്യൻസ് തന്നിട്ടുള്ള റിപ്പോർട്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള
ഡോങ്കി അല്ലെങ്കിൽ ഹോഴ്സിന്റെ ബോൺസും ലെഡിന്റെ ബോൾസും അയണിന്റെ ഹുക്സും ഒക്കെയുള്ള കിട്ടിയിട്ടിരുന്ന ചാട്ടവാറുകളാ വിപ്സ്. ഇങ്ങനെ ദേഹം മുഴുവനും, എന്നിട്ട് ആ തൊലിയെല്ലാം പോയ പച്ച മാംസം പുറത്ത് വന്ന് നിൽക്കുന്ന ഈ പുറത്താണ് സം അബൌട്ട് 35 to 50 കിലോയോളം വെയിറ്റ് ഉള്ള ചിന്തേരൊന്നും വീടാത്ത തടിക്കഷ്ണം. നമ്മള് യേശുവിന്റെ ക്രൂശി കാണുന്നത് നല്ല ആശാരി തോത് വെച്ച് പിടിച്ച നല്ല ഗ്ലേസിംഗ് ഉള്ള പ്ലെയിൻ ആയിട്ടുള്ള കുരിശൽ. അത് കണ്ടാൽ കിടക്കാൻ തോന്നുമല്ലോ. നമ്മൾ കാണുന്ന പിക്ചറിലെ കുരിശ് കണ്ടാൽ ഒന്ന് കയറാൻ തോന്നും. പക്ഷെ അങ്ങനത്തെ കുരിശൊന്നും അല്ല, പച്ചത്തടി. അത് ഇങ്ങനെ പരിവരുത്തത് ഈ മുറിഞ്ഞ പുറത്താണ് വെച്ച് കെട്ടി രണ്ട് കൈകളും ആ കുരിശിനോട് അല്ലെങ്കിൽ ആ മരത്തോട് ചേർത്ത് വെച്ച് കൊണ്ടുപോയത്. എന്നിട്ടാണ് അവിടെ കൊണ്ട് ആ ക്രൂശിയൽ കിടത്തി. യേശുവിന്റെ കൈയൊന്നും നൂരുന്നില്ല. ആ നൂരാത്ത കൈയൊക്കെ വലിച്ചു വെച്ചാണ് അവർ ആണിയടിച്ചത്. സ്തോത്രം. ആ വലിച്ചു വെച്ച് ആണിയടിക്കുമ്പോഴും അവിടെ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിച്ചത് പിതാവിനോട്, പിതാവേ, സ്തോത്രം, യെസ് ഗുഡ് മോനെ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഇതാണ് നാമും പ്രാർത്ഥിക്കേണ്ടത്. യേശു മാത്രമല്ല ഇത് പ്രാർത്ഥിച്ചത്. സ്തോത്രം. സ്റ്റീഫൻ, ഫസ്റ്റ് ക്രിസ്ത്യൻ മാർട്ടിയർ, ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷിയായ സ്തേഫാനോസും മരിക്കുന്ന സമയത്ത് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഗുരുനാഥനെ പോലെ തന്നെ ആക്ട്സ് 7 ലാസ്റ്റ് പോർഷൻ അവിടെ സ്തോത്രം താനും പ്രാർത്ഥിച്ചത് ഇത് തന്നെയാണ്. ഇവർക്ക് ഈ പാപം നിർത്തരുതേ. സ്തോത്രം. ഇവർക്ക് ഈ പാപം നിർത്തരുതേ. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ടവൻ നിദ്ര പ്രാപിച്ചു. ആക്ട്സ് 7:60. സ്തോത്രം. ഇതുപോലെയാണ് നാമും പ്രാർത്ഥിക്കേണ്ടത്. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാമും ഈ നിലയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവരെ നാം സ്നേഹിക്കണം. കർത്താവേ, ഇവർ രക്ഷിക്കപ്പെടുവാനിടയാകണമേ. ഇവർക്ക് പാപബോധം വരണമേ. ഇവർ അങ്ങയെ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. അങ്ങ് ഇവരോടൊരു എൻകൗണ്ടർ, let them have an encounter with your God, that they may know who you are, that they may know whom they persecute. അവർ ആരെയാണ് ഉപദ്രവിക്കുന്നതെന്ന് അവരൊന്ന് തിരിച്ചറിയട്ടെ. നമുക്ക് ആ നിലയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നശിച്ചു പോകാതിരിപ്പാൻ, അവർ രക്ഷിക്കപ്പെടുവാൻ, അവർ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരാൻ, അവർ യേശുവിനെ പ്രസംഗിക്കുന്നവരായി മാറാൻ, നമ്മളെക്കാൾ കരുത്തരായ ആത്മീയരായിട്ട് അവർ മാറുവാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ സ്തോത്രം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. സ്തോത്രം. നീതി നിമിത്തം എന്റെ നിമിത്തവും നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. സകല തിന്മകളും കളവായി പറയും. അപ്പോഴൊക്കെ നിങ്ങൾ സന്തോഷിപ്പീൻ. നമുക്കത് സാധിക്കുമോ? ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്തോത്രം, നമുക്കത് കഴിയേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം, കൃപ നൽകുവാൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം.